നമ്മൾ മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം സാംഗ്വയിൻ പ്രകൃതത്തെ ഉള്ളവരും സാംഗ്വയിൻ പ്രകൃതത്തിൽ ജനിച്ച മനുഷ്യരുടെ വിശേഷതകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ യെല്ലോ ബൈൽ, മഞ്ഞപ്പിത്തം ഡോമിനേറ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 4 ഫ്ലൂയിഡുകൾ ഡോമിനേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് പ്രകൃതം വരുന്നത്. അപ്പോൾ രക്തം ഡോമിനേറ്റ് ചെയ്യുന്നവർ അവർ സാംഗ്വയിൻ, അവർ ടോക്കേഴ്സാണ്, സംസാരപ്രിയരാണ്. ഒരു വാക്കിന് 10 വാക്ക് സംസാരിക്കുന്നവരാണ് അവർ. ഇന്ന് നമുക്ക് മഞ്ഞപ്പിത്തം ഡോമിനേറ്റ് ചെയ്യുന്ന അവരെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. മഞ്ഞപ്പിത്തം ഡോമിനേറ്റ് ചെയ്യുന്നതായ ആ പ്രകൃതക്കാരെ ജനറൽ സൈക്കോളജിയിൽ വിളിക്കുന്നത് കൊളറിക് എന്നാണ്. കൊളറിക്കുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത് ഇവരുടെ വൈകാരികപരമായ പ്രകൃതങ്ങൾ. 1, തീരുമാനമെടുക്കും, തീരുമാനം നടപ്പിൽ വരുത്തും. സംസാരിച്ചൊന്നും സമയം കളയില്ല. 2, ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്ത് തീർക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്, ചെയ്യുന്നവരുമാണ്, പ്രവർത്തിക്കുന്നവരും ആണ്. ഭയമില്ല. കൊളറിക്കുകാർക്കാണെങ്കിൽ അയ്യോ അവരുടെ അടുത്ത് ഞാൻ ഇത് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ എൻ്റെ ടീച്ചർക്ക് ഇഷ്ടപ്പെടുമോ, ഞാനിങ്ങനെ ജോലി ചെയ്താൽ എൻ്റെ സൂപ്പർവൈസർക്ക് ഇഷ്ടപ്പെടുമോ, അതിനെക്കുറിച്ചൊന്നും അവർക്കും അറിയുന്നതല്ല. അവർ ഭയമില്ല, തൻ്റെ ഇടമുള്ളവരാണ്. തൻ്റെ ഇടമുള്ളവർ മാത്രമല്ല, അവരെ ഏൽപ്പിച്ചതായ പ്രവൃത്തി കൃത്യനിഷ്ഠമായിട്ട് ചെയ്യും. അത് മാത്രമല്ല, ദേഷ്യം ഈ കൊളറിക്കുകാർക്ക് കൂടുതലാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഓ ആ സാറിൻ്റെ മൂക്കത്ത് ദേഷ്യം ഇരിക്കുകയാണ്, ആ എൻ്റെ അങ്കിളിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ദേഷ്യം ഇരിക്കുകയാണെന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. ഇനി മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വളരെ മിടുക്കരാണത്. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഇവർ വളരെ മിടുക്കരാണ്. അനുകമ്പ വളരെ കുറവ്. ക്രൂരത കാണിക്കാൻ ഒരു മടിയും ഇല്ലെന്ന് തന്നെ. ഇവർ ക്രൂരത കാണിക്കും, ഇവർ മടിയുമില്ല. അപ്പം നിങ്ങൾക്ക് നല്ല തീവ്രവാദികളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും അല്ലേ, കൊളറിക്ക്. പക്ഷെ നമ്മുടെ പാരൻസും കാണും. ചില പാരൻസൊക്കെ ഉണ്ട്, അവരെ നിസ്സാരം അവരുടെ മക്കളെയൊക്കെ ചിലപ്പോൾ കഠിനമായി ശിക്ഷിക്കും. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഒരു ഹിന്ദി സാറുണ്ടായിരുന്നു, ഒരു പട്ടരി സാറെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പട്ടരി സാർ, ഈ പട്ടരി സാറിൻ്റെ ക്ലാസ്സിൽ പോയാൽ എല്ലാ ദിവസവും അടി ഉറപ്പാണ്. അതായത് അദ്ദേഹം എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചു, അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യവുമാണ്. അവർക്ക് അത് ചെയ്തേ പറ്റുകയും ഉള്ളൂ. അവർ മറ്റുള്ളവരെ വെറുപ്പിക്കും. ഞാനിത് ചെയ്താൽ അയാൾക്ക് ഇഷ്ടപ്പെടുവോ, അവൾക്ക് ഇഷ്ടപ്പെടുവോ, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ, എൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുവോ, എൻ്റെ ഗേൾഫ്രണ്ടിന് ഇത് ഇഷ്ടപ്പെടുവോ, എൻ്റെ ബോയ് ഫ്രണ്ടിന് ഇത് ഇഷ്ടപ്പെടുവോ, അങ്ങനെയൊന്നും ഇവർക്ക് ഇല്ല. ഇവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. അതിനൊരു 10 പോയിൻ്റ് ഉണ്ട്. ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഞാൻ ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവൾ ചെയ്തോ, ഇത് കൊള്ളാമല്ലോ. അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത കാര്യം അവൻ ചെയ്തോ, ഇത് കൊള്ളാമല്ലോ. അങ്ങനെ അത് അവർക്ക് ഇഷ്ടമല്ല. നിരാശ ജീവിതത്തിലില്ല. അവർ സ്ട്രോങ് തീരുമാനമെടുക്കും, സ്ട്രോങ് ആയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും, അവർ അത് നടപ്പിൽ വരുത്തും. നിരാശപ്പെടുകയൊന്നും ഇല്ല. ഈ കൊളറിക്കുകാരാണ് ശക്തനായ നേതാക്കന്മാർ. അവർ പറയുന്നത് അനുസരിച്ചോണം. ഡിസിഷൻ അവർ പറയും, ആ ഡിസിഷൻ അവരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യും. ശക്തനായ നേതാവാണ് ഈ കൊളറിക്കുകാർ. കൃത്യനിഷ്ഠയുള്ള ന്യായാധിപതിയായിരിക്കും. ഈ കൊളറിക്കു പ്രകൃതത്തിൽ ജനിച്ചവർ
കൃത്യമായ ഓരോ ഡിസിഷൻ ഉള്ളവരാണ്. അല്ലാതെ ഫേവറിറ്റിസം കാണിക്കുന്നവരല്ല. ഇവരുടെ സ്വന്തം സഹോദരങ്ങൾക്കായാലും ബന്ധുക്കൾക്കായാലും കിട്ടാവുന്ന അവകാശത്തിനപ്പുറം കൊടുക്കില്ല. ഞങ്ങൾ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു വിജയമ്മ എന്ന് പറയുന്നതായ ഒരു ടീച്ചറുണ്ടായിരുന്നു. പക്ഷേ ആ ടീച്ചറിൻ്റെ മോൻ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എടാ നിൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുമല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, നീ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അമ്മ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അത് 2-3 പോയിൻ്റെങ്കിൽ നമുക്ക് എഴുതിക്കൊണ്ട് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അവിടെ ഇല്ലടാ, ഒരു തരത്തിലും അത് പറ്റില്ല. അത് അമ്മ എന്ന ടീച്ചർ എഴുതിയാൽ അതിനെ 4ആയിട്ട് മടക്കി സാരിയുടെ ഇവിടെ പാത്ത് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ല പിള്ളേരെയും കാണിക്കില്ല, ഭർത്താവിനെയും കാണിക്കത്തില്ല. അത്രയും സ്ട്രിക്റ്റായിട്ട് അവർ ചെയ്യും. കൃത്യനിഷ്ഠയുള്ള ന്യായാധിപതി ആയിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവർ അടിമപ്പെടില്ല. അവരെ കോഴ കൊടുത്തൊന്ന് മയക്കെടുക്കാമെന്ന് നോക്കണ്ട. നമ്മളിപ്പോൾ കേൾക്കുന്നില്ലേ, പാലം കെട്ടിയപ്പം കോഴ വാങ്ങിച്ചിട്ട് പാലം പിന്നെ കുറേ കഴിഞ്ഞ് പൊളിഞ്ഞു പോയി, പിന്നെ കോഴ വാങ്ങിച്ചിട്ട് വില്ലേജ് ഓഫീസർ പ്രമാണം ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ന്യൂസിലും യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇവരെ അങ്ങനെയൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവർ ചഞ്ചലപ്പെടില്ല. ഇവർ കൃത്യനിഷ്ഠയുള്ളവരാണ്. സാഹചര്യങ്ങൾക്ക് ഇവർ അടിമപ്പെടില്ല. ദയയൊന്നും ഇവരുടെ ചരിത്രത്തിലില്ല. അനുകമ്പ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഒരു കൊളറിക്കായിരിക്കുന്നതായ ഒരു ഓഫീസർ അവിടെ ഇരിക്കുക. നിങ്ങളുടെ അമ്മച്ചിയെ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്കാനിങ് നടത്തി അല്ലെങ്കിൽ ട്രിപ്പ് കൊടുത്തു, അവിടെ നിന്ന് ഓടി ഒരു 10 മിനിറ്റ് താമസിച്ച് ഓഫീസിൽ പോയാൽ ആ ഓഫീസർ വഴക്കിടും. നിങ്ങളുടെ അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോകണം നിങ്ങളുടെ കാര്യം, പക്ഷേ ഓഫീസിൽ വരേണ്ടത് എൻ്റെ ആവശ്യം. നിങ്ങൾ കൃത്യസമയത്ത് വന്നിരിക്കണം. അതിന് ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്യില്ല. മറ്റുള്ളവരെ പരിഹസിക്കാനൊന്നും ഇവർക്ക് ഒരു മടിയുമില്ല. അതുമാത്രമല്ല, മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കാനും ഇവർക്ക് മടിയില്ല. ഇവർ ഏത് മൂർച്ചയുള്ള വാക്കുകളും ഇവരുടെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്തും ഇവരുടെ കൂട്ടുകാരുടെ അടുത്തും ചോദിക്കും. നമ്മൾ സാങ്കോയിനെക്കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു, ഇവരധികം ആരുടെ അടുത്തും ഹാർഡ് വേർഡുകളൊന്നും ഉപയോഗിക്കില്ല. മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാതെ സോപ്പിട്ട് നിർത്തുന്നതായ ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ കൊളറിക്കുകാർ അങ്ങനെയൊന്നുമല്ല. കൊളറിക്കുകാർ മറ്റുള്ളവരെ പരിഹസിക്കും, മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കും, അഹങ്കാരവും ഗർവമുള്ളവരാണ്. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടല്ലേ, ഇവരെന്തോരോ അഹങ്കാരിയാണ്. ഒരു പ്രാവശ്യം ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധം വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പകവച്ച് ദ്രോഹിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. എന്തെങ്കിലും കുഴപ്പം അവരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ പക വെച്ചിട്ട് ഭാവിയിൽ അവരുടെ അടുത്ത് ഇടപെടും. ഇവർക്ക് സ്നേഹിതർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ പറഞ്ഞു, സാങ്കോയിൻകാർക്ക് ഒരു ദിവസം 10 കൂട്ടുകാരെങ്കിലും ഉണ്ടാക്കണം. പക്ഷേ കൊളറിക്കുകാർക്ക് കൂട്ടുകാർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊരു പ്രാവശ്യം ഒരു ട്രെയിനിൽ എറണാകുളത്തിൽ നിന്നും എനിക്ക് കോഴിക്കോട് പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു വലിയ പോലീസ് ഓഫീസർ വന്നിരുന്നു. അദ്ദേഹം ജാർഖണ്ഡുകാരനാണ്, കേരളത്തിലുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹം വന്നിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, വി ആർ പ്രൗഡ് ഓഫ് യു സർ, യു ആർ വെരി സ്ട്രിക്റ്റ് ഇൻ യുവർ ഡ്യൂട്ടീസ്, എല്ലാം കൃത്യനിഷ്ഠമായിട്ടെല്ലാം ചെയ്യുന്നു പറഞ്ഞു. യെസ്, ഒരു വാക്ക് തന്നെ. പിന്നെ കോഴിക്കോട് ചെന്നെത്തുന്നത് വരെയും ഒരു വാക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. തൊട്ടടുത്ത് ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്യും, ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കണമെന്നോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്നൊന്നും ഇവർക്ക് ഇല്ല. ഇനി ഇവരുടെ പ്രവർത്തന മേഖല എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാം കൃത്യമായി ചെയ്യിക്കും. ജോലി ചെയ്യാൻ പറഞ്ഞാൽ ആ ജോലി ചെയ്തില്ലെങ്കിൽ ഇവർക്ക് സഹിക്കുകയില്ല. അതും അവരുടെ ഇഷ്ടപ്രകാരം തന്നെ ആ ജോലി ചെയ്ത് തീർക്കണം. ആവശ്യമായ സമയങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങളെടുക്കും. ആ തീരുമാനം നടപ്പിൽ വരുത്തും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ചഞ്ചലപ്പെടില്ല. ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്,
ആ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കും. അത് വിജയിപ്പിക്കും, കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കും. മറ്റാരുടെ ഉപദേശമൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഈ കൊളറിക്കുകാർക്ക് മറ്റുള്ളവർ ഉപദേശിച്ച് അവരുടെ തീരുമാനത്തിൽ നിന്ന് മാറ്റുന്നത് അവർക്ക് ഇഷ്ടമില്ല. സംസാരം കുറവാണ്, കൃത്യമായ വാക്കുകൾ ചുരുക്കം. നിശ്ചയിച്ച കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദേഷ്യം വരും. സഹപ്രവർത്തകരെയും വെറുപ്പിക്കും. വിട്ടുവീഴ്ചയില്ല, വീഴ്ച വരാൻ അനുവദിക്കുകയുമില്ല. അതാണ് ഇവരുടെ പ്രത്യേകതകൾ. ഇനി ഇവർക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കാം. കൊളറിക്കുകാരുടെ ആവശ്യം സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെയും പരിഗണിക്കണം എന്ന് ഇവർക്ക് സ്വാധീനമുള്ളവരെ കൊണ്ട് ഉപദേശിപ്പിക്കണം. ദേഷ്യം നിയന്ത്രിക്കാനും ക്ഷമിക്കാനും ഇവർ ശ്രമിക്കണം. സ്വന്തം കാര്യം മാത്രമല്ല മറ്റുള്ളവരെയും മനസ്സിലാക്കണം എന്ന് ഇവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തണം എന്ന് നിൻ്റെ വാക്കും കേൾക്കണ്ട, നീ പറയുന്നു എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കണ്ട എന്ന് പറഞ്ഞ് നിൽക്കാതെ അവർ പറയുന്നതും കൂടെ കേൾക്കാൻ അവർ പഠിക്കണം. അതിലെന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലുണ്ടോ എന്ന് അവർ അത് മനസ്സിലാക്കണം. ഇനി സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തണം. തീരുമാനങ്ങളിൽ മറ്റുള്ള പ്രവർത്തകരെയും കൂടെ ഉൾക്കൊള്ളിക്കണം. ചിലപ്പോൾ അവരെടുക്കുന്നതായ തീരുമാനം അത് ചിലപ്പോൾ നല്ലതായിരിക്കത്തില്ല. വേറെ പലരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവർ നല്ലത് കാര്യം പറയാനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് പറയാനും അംഗീകരിക്കാനും കൂടെ അവർ തയ്യാറാകണം. ഇനി ഇവർക്ക് ശോഭിക്കാൻ പറ്റിയ മേഖല ഏതാണെന്ന് അല്ലേ? ഈ കൊളറിക് പ്രകൃതത്തിൽ ജനിക്കുന്നവർക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും? ഇവർക്ക് പോലീസ് ഓഫീസറാവാൻ പറ്റും. വെരി സ്ട്രിക്റ്റായിട്ട് ന്യായമായിട്ട് ചെയ്യണം. പട്ടാളക്കാരാകാൻ ചെയ്യും. കൃത്യസമയത്തിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ന്യായാധിപന്മാരാക്കാൻ പറ്റും അവരെ. ന്യായാധിപൻ ജഡ്ജിമാരൊക്കെ ആയാൽ കോഴയ്ക്കൊന്നും വശം വരാതരാകില്ല. ഇവർ കൃത്യം ചെയ്യേണ്ടതായ ജോലി കൃത്യം ചെയ്യും. മേൽനോട്ടക്കാരൻ ആക്കാൻ പറ്റും. ഇവരെ സൂപ്പർവൈസേഴ്സ് ആക്കാൻ കൊള്ളാം. കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവർ ചെയ്യിപ്പിക്കും. സ്ത്രീകളാണെങ്കിൽ ഇവർക്ക് ഓഫീസ് സെക്രട്ടറിമാരാകാം. അതായത് ഓഫീസിൽ ഒരു ഓഫീസറിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫയൽ സൂക്ഷിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഐറ്റിനറി സൂക്ഷിക്കുന്നതും, സാർ എന്ത് ചെയ്യണം, സാർ എവിടെ പോകണം, സാർ ഇന്നടുത്ത് പോകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സെക്രട്ടറി ഒരു സഹോദരിയെ അറിയായിരുന്നു. വളരെ കൃത്യനിഷ്ഠമായിട്ട് എല്ലാ പ്രോഗ്രാമും ചാർട്ട് ഔട്ട് ചെയ്യണം. സാർ ഇത്ര സമയത്തിന് ഇന്ന എയർപോർട്ടിലെത്തും, ഇന്ന എയർപോർട്ടിലെത്തിയാൽ അവിടെ നിന്ന് ഇന്നടുത്ത് പോകണം, അപ്പോൾ അടുത്ത് അത് വരും, ഇത് വരും, ഇങ്ങനെയുള്ളതായ എല്ലാ കാര്യവും കൃത്യമായിട്ട് ഓഫീസ് സെക്രട്ടറി ചെയ്യും. അപ്പോൾ ഓഫീസ് സെക്രട്ടറി കൊളറിക് പ്രകൃതക്കാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻജിനീയർമാരാകാം, ആർക്കിടെക്റ്റ് ആകാം. അതായത് കെട്ടിടങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അവരൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യും. അതുകൊണ്ട് കൊളറിക്കുകാർക്ക് ഇപ്രകാരമുള്ള പ്രകൃതങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ മൂന്നാമത്തത് പഠിക്കാം. അത് മെലങ്കോളി എന്ന് പറയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.